മുകളിലേക്കും കയറും. സ്വിച്ച് നീക്കി കഴിഞ്ഞാൽ മുകളിലേക്ക് കണ്ട കയറി പോണത് അടിപൊളിയാണ്. അപ്പം വണ്ടിക്ക് ഒരു ഐഷാഫ്റ്റ് അടിയിൽ പോകുന്നുണ്ട്. അത് ഭയങ്കര കംപ്ലൈൻറ്റാണ്. നമ്മളെന്തോരം നല്ലത് മേടിച്ചിട്ടിട്ടും കാര്യമില്ല. വണ്ടീനെ കുറിച്ചാണ് കേട്ടോ. ഇത് എൻ്റെ വണ്ടിയാണ്. 8 കൊല്ലമായിട്ട് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വണ്ടിയാണ്. അപ്പോൾ ഈ 8 കൊല്ലം കൊണ്ട് എൻ്റെ അനുഭവമാണ് കേട്ടോ ഞാൻ ഈ വണ്ടീനെ കുറിച്ച് പറയണത്. അതായത് അടിപൊളി വണ്ടിയാണ്. നിങ്ങൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് എടുത്തോളൂ. ഇത് ഒരു ജോലിയായിട്ട് വേണമെങ്കിൽ ജോലിയായിട്ട് ചെയ്യാം. കാരണം ഇത് ടാക്സി ആക്കി കഴിഞ്ഞാൽ നല്ലൊരു വരുമാനം ഉണ്ട് ഈ വണ്ടിയിൽ. നല്ലൊരു വരുമാനം എന്ന് പറഞ്ഞാൽ നല്ലൊരു വരുമാനം ഇപ്പോഴത്തെ കാലത്തുണ്ട്. വണ്ടിയുടെ എൻജിൻ ലൈഫ് പറയുകയാണെന്നുണ്ടല്ലോ ഗംഭീരമാണ്. ഭയങ്കര ലൈഫുള്ളൊരു വണ്ടിയാണ്. എൻജിൻ്റെ ലൈഫ് എന്ന് പറയുന്നത് കറക്റ്റായിട്ട് ഓയിൽ ചേഞ്ച് ചെയ്ത് പോവുക. പരമാവധി ഈ വണ്ടി പോലെയുള്ളവർ ഉപയോഗിക്കണവരുണ്ടെങ്കിൽ, ഈ വെള്ളിമൂങ്ങ ഉപയോഗിക്കണവരുണ്ടെങ്കിൽ കമ്പനി, അതായത് ഓയിൽ വാങ്ങണ കമ്പനിക്കാർ പറയാണ് 10,000 കിലോമീറ്റർ വരെ ഓടാം എന്ന് പറഞ്ഞ് ഒരിക്കലും നിങ്ങൾ ആ ഓയിൽ 10,000 കിലോമീറ്റർ വരെ ഈ വണ്ടിയിൽ കൊണ്ടു നടക്കരുത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 10,000 ആകുമ്പോഴേക്കും കട്ടി കൂടി വണ്ടിയുടെ എൻജിൻ ലൈഫ് ഭയങ്കര മോശമാവും. ഇത്രയും നല്ല കട്ടയാവും എന്നുള്ള കാര്യം ഉറപ്പാണ് ഓയിൽ. അത് ഒരു 5,000-ൽ മാറുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിയുടെ സ്മൂത്ത്നെസ് ഇത് നിങ്ങൾക്ക് പോവാതെ നിങ്ങളുടെ കയ്യിൽ എപ്പോഴും ഉണ്ടാവും. അതായത് വണ്ടി അത്രയും നമുക്ക് ലോങ് കൊണ്ടുപോയാലും വഴിയിൽ പണി തരികയോ അങ്ങനത്തെ ഒരു വക കാര്യങ്ങളും നിങ്ങൾ നോക്കണ്ട. അതുപോലെ തന്നെ എയർ ഫിൽറ്ററിൻ്റെ ഒരു കാര്യമുണ്ട്. എല്ലാവരും ഒരു ഇതാണ് എയർ അടിച്ചിടും. ഒരിക്കലും എയർ അടിച്ചിടാൻ നിങ്ങൾ നോക്കരുത്. ഒരു എയർ ഫിൽറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 സർവീസ് മാക്സിമം ഉപയോഗിക്കാൻ പാടുള്ളൂ. അതായത് ഒരു 10,000 കിലോമീറ്റർ മാത്രം. അത് കഴിഞ്ഞാൽ എയർ ഫിൽറ്റർ മാറണം. എന്നാൽ മാത്രമേ ഈ വണ്ടിക്ക് നല്ല എൻജിൻ ലൈഫ് കിട്ടുള്ളൂ. അതുപോലെ തന്നെ നല്ല മൈലേജ് കിട്ടണമെങ്കിൽ വേറെ ഒന്നും നിങ്ങൾ ചെയ്യണ്ട. ആ എയർ ഫിൽറ്ററിൻ്റെ കാര്യം മാത്രം നോക്കിയാൽ മതി. എയർ ഫിൽറ്ററും ഓയിൽ ചേഞ്ചും പക്കയായിട്ട് നടക്കണം. അതുപോലെ തന്നെ ഡീസൽ ഫിൽറ്റർ അതിൻ്റെ ഒപ്പം തന്നെ മാറാണ്. അതുപോലെ തന്നെ സർവീസ് ചെയ്ത് ഇതേ മോഡൽ കൊണ്ടുപോകാൻ കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കാൻ ഏറ്റവും അടിപൊളി വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി വണ്ടിയാണ്. ഇപ്പോൾ ഈ വണ്ടി ഞാൻ ഉപയോഗിക്കണമെന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടാവശ്യത്തിനും ഒരു കാറ് പോലെയാണ് ഞാൻ ഈ വണ്ടി ഉപയോഗിക്കുന്നത്. കണ്ട സൈഡൊക്കെ നോക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പവർ വിൻഡോ കയറ്റി ഫുൾ ഗ്ലാസും ക്ലോസ് ചെയ്ത് വണ്ടിയുടെ ഉള്ളിലേക്ക് ഒരു തുള്ളി വെള്ളമോ ഒന്നും കയറില്ല. അത്രയും അടിപൊളിയായിട്ടാണ് ഞാൻ വണ്ടി കൊണ്ട് നടക്കുന്നത്. ഈ വണ്ടിയുടെ മെയിൻ കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻജിൻ ലൈഫാണ്. പിന്നെ അതുപോലെ തന്നെ മൈലേജ് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ മോഡൽ സർവീസ് കൊണ്ട് നടക്കുകയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്തായാലും 30-ൽ ഒരു പോയിന്റ് പോലും താഴാതെ മൈലേജ് കിട്ടുന്നുള്ള കാര്യം കൺഫേം ആണ്. കാരണം ഇത് ഒരു ഉപയോഗിച്ച 8 കൊല്ലമായിട്ട് ഉപയോഗിച്ച എൻ്റെ അഭിപ്രായമാണ് കേട്ടോ നിങ്ങളുടെ അടുത്ത് പറയുന്നത്. ഇതുപോലുള്ള നല്ല വണ്ടികൾ കിട്ടാൻ ചെയ്യും നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത്. കാരണം അത് മേടിച്ചോ, നമുക്ക് അത്രയും ഒരു ബൈക്കിൻ്റെ മൈലേജിലാണ് നമുക്കത് കൊണ്ട് നടക്കാൻ പറ്റുന്നത്. എല്ലാവർക്കും ഫാമിലി ഒന്നിച്ച് പോവാം. അതുപോലെ തന്നെ ഒരു കാറ് പോലെ പണ്ടൊക്കെ ഈ വണ്ടി ഇറങ്ങിയപ്പോൾ ഭയങ്കര കളിയാക്കലായിരുന്നു. പക്ഷേ ഇന്ന് ഈ വണ്ടിക്കുള്ള ഡിമാൻഡ് അത്രയും വലിയ ഡിമാൻഡാണ്. പിന്നെ ഇത് ടാക്സി ആക്കുകയാണെങ്കിൽ തന്നെ നല്ലൊരു വരുമാന മാർഗം കൂടിയാണ്. ഇപ്പോൾ ടാക്സി ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഒരു 12,000 രൂപയ്ക്കൊക്കെ ദിവസം ഓടാൻ കഴിയുന്ന ഒരു വണ്ടിയാണ് ഈ വണ്ടി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഭാഗം ഗ്ലാസ് ആയിരുന്നു. അത് ഞാൻ ഊരി വെച്ചു. എനിക്കത് ഈ ഗ്ലാസ് വെച്ച് കഴിഞ്ഞാൽ സ്റ്റെപ്പിനെ അവിടെ വയ്ക്കാൻ പറ്റില്ല. അത് കാരണം കൊണ്ട് ഞാനത് ഊരി കളഞ്ഞിട്ട് ആ ഒരു ഷീറ്റാക്കി അവിടെ അതിൻ്റെ മുകളിൽ അതിൻ്റെ ഇഞ്ചസ് കിടക്കുന്നത് കണ്ട സിൽക്കോൺ കൊണ്ട് ഒട്ടിച്ച ഗ്ലാസ് ആണ് കേട്ടോ. അതൊക്കെ നമുക്ക് വർക്ക് ചെയ്ത് തന്നിട്ടുള്ളത് ഒരാളാണ്. അപ്പോൾ സിമ്പിൾ. ഈ സൈഡൊക്കെ ഒരു ചെറിയ പായ പോലത്തെ ഒരു സംഭവമാണെന്ന് വണ്ടിയുടെ കമ്പനി ഇറക്കുമ്പോൾ നമ്മളതൊരു വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയിട്ട് ആ ലെവലൊക്കെ തട്ടി ലെവലാക്കി അവിടെ സിൽക്കോണൊക്കെ വെച്ച് ഈ സൈഡൊക്കെ സ്റ്റിക്കർ വെച്ച് ഒട്ടിച്ച് വന്നപ്പോൾ നല്ല അത്യാവശ്യം ആ സൈഡ് കാണാൻ തന്നെ ആ ക്വാർട്ടർ ഗ്ലാസ് കാണാൻ നല്ലൊരു ഭംഗി. അതുപോലെ തന്നെ ഈ ഭാഗം നോക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ പവർ വിൻഡോയാണ് കണ്ട. പവർ വിൻഡോ താഴ്ന്നു പോണ് കണ്ട. ഉള്ളിൽ നിന്ന് മഴ പെയ്യുമ്പോഴോ എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും സ്വിച്ചുമ്മൽ ഗ്ലാസ് കയറി പോലും കാര്യങ്ങളൊക്കെ ചെയ്യൂട്ടാ. അതുപോലെ തന്നെ ഫ്രണ്ട് ഭാഗം പവർ വിൻഡോ ഇല്ലേ മാനുവലാണ്. നമുക്ക് അവിടെ ഇരുന്നിട്ട് അതിൽ മഴ പെയ്യുമ്പോൾ തിരിച്ച് കയറ്റാം എന്നുള്ളതാണുള്ളൂ. അത് കാരണം കൊണ്ട് ഫ്രണ്ടിലില്ല, ബാക്ക് സൈഡ് മാത്രം പവർ വിൻഡോ ചെയ്തേക്കാണ് കേട്ടോ. അതുപോലെ തന്നെ കാറിൻ്റെ പെയിൻറ്റ് വാങ്ങിയിട്ടാണ് ഈ വണ്ടി അടിച്ചേക്കുന്നത്. 10,000 രൂപയ്ക്കാണ് ആറാട്ടുപുഴയിൽ വിജീഷ് എന്ന് പറഞ്ഞ ഒരാളാണ് ഇതിൻ്റെ പെയിൻറ്റിങ് വർക്ക് ചെയ്തത്. നല്ല അടിപൊളിയായിട്ട് പെയിൻ്റ് അടിക്കുന്ന ചേട്ടനാണ് കേട്ടോ. ആറാട്ടുപുഴ സ്ഥലത്ത് ഞാൻ അവിടെ കൊണ്ടുപോയിട്ടൊരു വീട്ടിലാണ് ആൾ പെയിൻറ്റ് ചെയ്യണത്. അവിടെ നല്ല നല്ല അടിപൊളി നല്ല ഭംഗിയിൽ, അതായത് നല്ല അത്രയും വൃത്തിയിൽ ആൾ പെയിൻ്റ് അടിച്ചു തരും. ഓക്കെ, ബൈ.